ന്യൂമാഹിയിൽ ബി.ജെ.പി. പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. 14 പ്രതികളെയാണ് വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെ തെളിവുകളില്ലെന്ന് കോടതി. സന്തോഷ് എം വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? അജിംഷാദ്, തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് ഈ കേസിൽ വിധി പറഞ്ഞത്. 2010 മെയ് 28-നാണ് RSS പ്രവർത്തകരായ ഷിനോജ്, വിജിത്ത് എന്നിവർ കൊല്ലപ്പെട്ടത്. തലശ്ശേരി ഡിവൈഎസ്പിമാരായിരുന്ന ഷൗക്കത്ത് അലിയും പ്രിൻസ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം. ഇതിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ കൊല്ലപ്പെട്ട വിജിത്തിന്റെ അമ്മയുടെ ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും കേസിൽ നിയമിച്ചിരുന്നു. CPIM പ്രവർത്തകർ ഉൾപ്പെടെ 16 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഈ കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഈ കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ തെളിയിക്കും വിധമുള്ള തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. CPIM-നെതിരെയുള്ള വ്യാജ പ്രചരണത്തിനും ആ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നതിനും RSS ഉപയോഗിച്ചിരുന്ന ഒരു കേസായിരുന്നു ന്യൂമാഹിയിലെ BJP പ്രവർത്തകരുടെ ഈ കൊലപാതകം. ഈ കേസിലാണ് ഇപ്പോൾ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തി മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അജിംഷാ, അതെ, അത് സന്തോഷ് സൂചിപ്പിച്ച പോലെ അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കാരണം ഈ ഇരട്ട കൊലപാതക കേസ് CPIM-ന്റെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ നേട്ടത്തിനായിട്ടാണ് BJP ശ്രമിച്ചത്. അതിനുകൂടിയുള്ള ഒരു രാഷ്ട്രീയമായ തിരിച്ചടി കൂടി ഈ കോടതി വിധി സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിൽ CPM-നെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ RSS തുടർച്ചയായി ശ്രമിച്ചിരുന്നു. ആ രീതിയിലുള്ള പ്രചരണവുമാണ് RSS നടത്തിയിരുന്നത്. ഈ കേസിൽ തന്നെ CPM പ്രവർത്തകരെ പ്രതികളായി ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ RSS-ന്റെ ഈ നീക്കത്തിന് ഉൾപ്പെടെയാണ് തിരിച്ചടി ഏറ്റിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രധാനപ്പെട്ട കുറ്റം. എന്നാൽ പ്രോസിക്യൂഷന് ഈ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് ബോംബ് സ്ഫോടനം നടന്നതിന്റെ തെളിവുകൾ പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ സംശയാസ്പദമായി ഈ കേസ് തെളിയിക്കാൻ, പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഈ കേസിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. അത് RSS-നും BJP-ക്കും കോടതിയിൽ നിന്ന് ഏറ്റ രാഷ്ട്രീയപരമായ തിരിച്ചടി കൂടിയാണ്. അജിംഷാ, ശരി, സന്തോഷ് എം ആണ് വിവരങ്ങൾ നൽകിയത്. ന്യൂമാഹിയിലെ BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കോടതി വിധിയുടെ വിശദാംശങ്ങളാണ് സന്തോഷ് എം നൽകിയത്.